മലപ്പുറത്ത് +1 അധിക ബാച്ചുകൾ അനുവദിക്കണമെന്ന് മുസ്ലിം ലീഗ്. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മാത്രം പ്രശ്നം പരിഹരിക്കില്ല. ക്ലാസുകളിൽ കുട്ടികളെ കുത്തിനിറയ്ക്കാനാണ് ശ്രമമെന്നും ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. ഒരു ക്ലാസ്സിൽ തന്നെ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടാകുന്ന ആധിക്യം പഠന നിലവാരത്തെ ബാധിക്കുമെന്നാണ് വിമർശനം. ഓരോ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിലും മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാറുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടാണ് സർക്കാർ സ്കൂളുകളിൽ 30%, എയ്ഡഡ് സ്കൂളുകളിൽ 20% സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ഇത് നിലവിലെ സാഹചര്യത്തിലെ പ്രതിസന്ധി മറികടക്കാൻ മതിയാകില്ലെന്നാണ് ലീഗിന്റെ വിമർശനം. സർക്കാർ തീരുമാനം കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്നും കാര്യം തീരൂല. കാരണം ആവശ്യമായ സീറ്റുകളുടെ എണ്ണവും അവരനുവദിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളുടെ എണ്ണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിന് പ്രൊപ്പോർഷനേറ്റ് അല്ല. ഇതൊക്കെ ഇങ്ങനെ പ്രചരണത്തിന് ഉപകരിക്കും എന്നല്ലാതെ ആ രംഗത്ത് വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വന്നിരിക്കുന്ന കഷ്ടപ്പാടിന് യാതൊരു പരിഹാരവും ആവില്ല. സീറ്റ് വർദ്ധിപ്പിക്കുന്നത് മൂലം ക്ലാസുകളിൽ കുട്ടികളെ കുത്തി നിറയ്ക്കുന്ന സാഹചര്യമുണ്ടാകും. സീറ്റുകൾക്ക് പകരം അധിക ബാച്ചുകളും സ്ഥാപനങ്ങളും ആവശ്യമായി വരുമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി. ഒരു ഗവൺമെന്റ് ആദ്യത്തെ അവരുടെ ടേമിൽ തന്നെ +2 അധിക ബാച്ചുകളും പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ അനുവദിക്കേണ്ടതായിരുന്നു. അതിന് മാത്രം പണമില്ല. ഇപ്പൊ തന്നെ കുട്ടികൾ ഏതാണ്ട് കുത്തി നിറച്ച നിലയിലായി ക്ലാസ്സുകളിലൊക്കെ. പിന്നെയും സീറ്റ് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ട് കുട്ടികൾ എന്ത് പഠിക്കാനാണ്? ഇപ്പോൾ അന്തർദേശീയമായി കുട്ടികൾ കുറച്ച് കുട്ടികൾ അറ്റൻഡ് ചെയ്യാൻ ഒരു ടീച്ചർ എന്നാണ് പ്രിൻസിപ്പൾ. കഴിഞ്ഞ വർഷം ആദ്യ 3 ഘട്ട അലോട്ട്മെന്റുകൾക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾക്കും ശേഷം സർക്കാർ 53 അധിക ബാച്ചുകൾ അനുവദിച്ചിരുന്നു. എന്നാൽ അതിനുശേഷവും നിരവധി വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരം നിഷേധിക്കപ്പെട്ടത് വലിയ വിമർശനത്തിന് വഴിവെക്കുകയും ചെയ്തു. റിപ്പോർട്ടർ, മലപ്പുറം.